കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധം. നിയോജകമണ്ഡലം എംഎൽഎയെ കൂട്ടുപിടിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് കാരശ്ശേരി പഞ്ചായത്തിൽ നടത്തിയതെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. രാഷ്ട്രീയ പ്രേരിതമായി അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടന്നതിന് തൊട്ടുപിന്നാലെ 18 വാർഡുകളുള്ള കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 20 വാർഡുകളായി പുനഃക്രമീകരിച്ച സാഹചര്യത്തിൽ 13 വാർഡുകൾക്കാണ് നിലവിൽ ഇളക്കം തട്ടിയിട്ടുള്ളത്. കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത അതിരുകളും അതിർത്തിക്കകത്തു നിന്ന് കുടുംബങ്ങളെ അപ്പാടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യവും ഒരേ അതിർത്തിയിലെ അയൽവാസി ലിസ്റ്റിൽ കടന്നുകൂടാത്ത അവസ്ഥയും അയൽപ്പക്കത്തുള്ള അതിരുപ്രകാരം ഉൾപ്പെടേണ്ട ആളുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റപ്പെട്ട അവസ്ഥയും അടക്കം ക്രമക്കേടുകളുടെ ഘോഷയാത്രയാണ് പുതിയ വോട്ടർ പട്ടികയിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനാവശ്യമായ സമയം അനുവദിക്കുന്നതിന് പകരം ഓഗസ്റ്റ് 7-നകം ചേർക്കാനുള്ളവ ചേർക്കാനും സ്ഥാനം മാറ്റാനും തിരുത്തൽ വരുത്താനും പരിമിതമായ സമയം മാത്രമാണ് ലഭ്യമായത്. നിലവിൽ പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്യുന്ന പൗരന്മാർക്ക് പോലും വോട്ടില്ലാത്ത സാഹചര്യവും നിലനിൽക്കുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിൽ പുതുതായി രൂപീകൃതമായ വാർഡ് 15 വലിയ പറമ്പും 19-ാം വാർഡായ മുരിങ്ങമ്പ്രായി വാർഡും മേൽ വാർഡുകളോട് ചേർന്ന് നിൽക്കുന്ന വാർഡുകളും ക്രമക്കേടിൻ്റെ വലിയ പര്യായങ്ങളാണ്. സ്ഥലനാമം കൊണ്ടറിയപ്പെടുന്ന കക്കാടിലെ സ്ഥാപനങ്ങൾ മുഴുവൻ വലിയ പറമ്പിലേക്ക് മാറ്റപ്പെട്ടത് CPIM ജില്ലാ കളക്ടറോട് രേഖാമൂലം ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കക്കാട് പ്രദേശവാസികൾ ഒന്നടങ്കം ജില്ലാ കളക്ടറോട് പരാതിപ്പെട്ട സാഹചര്യത്തിൽ കോടതിയിൽ കേസ് നടക്കവേ നിയോജകമണ്ഡലം MLAയെ കൂട്ടുപിടിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് കാരശ്ശേരി പഞ്ചായത്തിൽ നടത്തിയതെന്നും ആരോപണമുണ്ട്. നിലവിലെ കാരശ്ശേരി 15-ാം വാർഡിൽ നിന്ന് അടർത്തി മാറ്റിയ വലിയപറമ്പ് വാർഡിൻ്റെ അതിർത്തികളിൽ കൃത്യമായ റോഡുകൾ ഉണ്ടായിരുന്നിട്ടും ഉറുവിങ്ങൽ അബ്ദുറഹ്മാൻ്റെ വീടിനകത്തൂടി കടന്നു പോകുന്ന വലിയപറമ്പ് വാർഡിൻ്റെ അതിരിൽ നിരവധി കുടുംബങ്ങളാണ് ഏത് വാർഡിലാണ് ഉൾപ്പെട്ടതെന്ന് നിജപ്പെടുത്താൻ പോലും ആവാതെ ഒറ്റപ്പെട്ടിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം അധികരിപ്പിക്കുകയും കരുതിക്കൂട്ടിയുള്ള ക്രമക്കേടുകൾ പഞ്ചായത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ക്രമപ്പെടുത്തണമെന്നും കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PM സുബൈർ, ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി, ട്രഷറർ ഗസീബ് ചാലുളി എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.